സ്നേഹമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇസ്രായേൽ ജനം വീണ്ടും കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതും അവിടെ മിദിയാൻകാരെ കീഴടക്കുന്നതുമായ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ദൈവം മിദിയാൻകാരെ കീഴടക്കുന്നതിന് മുൻപ് ഇസ്രായേൽക്കാരോട് പറയുന്ന കാര്യം ഗിദെയോനോട് പറയും, നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിദിയാൻകാരെ കീഴടക്കിയാൽ പിന്നീട് നിങ്ങൾ വീമ്പ് പറയും, ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങളാണ് ചെയ്തത്, ദൈവത്തെ മറന്നുപോകും. അതുകൊണ്ട് നിന്റെ കൂട്ടത്തിലുള്ള സൈനികരെ ഒരുപാട് പേരെ നീ തിരിച്ചയക്കണം. 22,000 പേരുണ്ടായിരുന്ന അവരിൽ നിന്നും പേടിയുള്ളവരൊക്കെ വീടുകളിലേക്ക് മടങ്ങാൻ പറയുക. അങ്ങനെ അവരിൽ 12,000 പേര് മടങ്ങിപ്പോയി, ബാക്കി 10,000. ഈ 10,000 പേരും വേണ്ട, ദൈവം പറഞ്ഞു. വിചിത്രമായിട്ടുള്ള ഒരു വെള്ളം കുടിക്കൽ വഴിയിലൂടെ ദൈവം അവരിലുണ്ടായിരുന്ന 9,700 ആളുകളെയും തിരിച്ചയച്ചു. വെറും 300 പേരാണ് ശേഷിക്കുന്നത്. ദൈവം എന്നിട്ട് ഗിദെയോനോട് പറയുകയാണ്, രാത്രിയുടെ 4-ാം യാമത്തിൻ്റെ ആരംഭത്തിൽ 3 ഗണങ്ങളായിട്ട് തിരിയുന്ന 300 പേരും മിദിയാൻകാരുടെ താവളത്തിൻ്റെ അടുക്കൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് നിൽക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഭരണികൾ എറിഞ്ഞു പൊട്ടിക്കണം. ഒരു കയ്യിൽ കാഹളവും മറ്റു കയ്യിൽ പന്തവുമായിട്ട് നിൽക്കണം. അവരത്ര മാത്രമേ ചെയ്തുള്ളൂ. വലിയൊരു സേനയാണ് എന്ന് വിചാരിച്ച് മിദിയാൻകാർ ആ സമയം പരസ്പരം വെട്ടുകയും അതിനുശേഷം അവർ തന്നെ ഓടിപ്പോവുകയും ചെയ്തു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വെട്ടുക്കിളികളുടെ എണ്ണം പോലെ അത്രമാത്രം ഉണ്ടായിരുന്ന സൈന്യബലവും കടൽപ്പുറത്തെ ഒട്ടകങ്ങൾ പോലെ എണ്ണി തീർക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒട്ടകങ്ങളും ഉണ്ടായിരുന്ന മിദിയാൻകാർ ഇസ്രായേൽക്കാരുടെ മുന്നിൽ കീഴടങ്ങുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയും, ആന്തരികമായിട്ടുള്ള ഛിദ്രങ്ങളാണ്, വിഭാഗീയതകളാണ് ഒരു രാജ്യത്തെയോ സാമ്രാജ്യത്തെയോ അല്ല, കുടുംബത്തെ മാത്രമല്ല, ദൈവരാജ്യത്തെ പോലും സഭയെ പോലും നശിപ്പിക്കുന്നത്. ഉള്ളിലുള്ള അന്തഛിദ്രം, ഉള്ളിലുള്ള വിഭാഗീയതകൾ, ഇതാണ് സത്യത്തിൽ സംസ്കാരങ്ങളെ സിന്ധു നദീതട സംസ്കാരത്തെ, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ ഒക്കെ നശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊരു കാലത്തുണ്ടായിരുന്ന ബുദ്ധന്മാരെയും ജൈനന്മാരെയും ഒക്കെ നശിപ്പിച്ചത് ഉള്ളിലുള്ള അന്തഛിദ്രങ്ങളായിരുന്നു. റോമ സാമ്രാജ്യത്തെ തകർത്തതായിരുന്നു. ഏതാണ്ട് 12 നൂറ്റാണ്ടുകൾ സഭയുടെ അഭിമാനമായിട്ട് നിന്ന ഹാഗിയ സോഫിയ വീണുപോയത് എങ്ങനെയാണ്? അത് ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന അന്തഛിദ്രം കൊണ്ട്, ഐക്യമില്ലായ്മ കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ഈശോ ഇത് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരെ അവൻ 72 പേരായിട്ട് പല ഗ്രാമങ്ങളിലൂടെ താൻ പോകാനിരുന്നതിലൂടെയൊക്കെ അയച്ചു. അവരവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. പിശാചുക്കൾ അവരുടെ മുന്നിൽ കീഴടങ്ങി. ഈശോ പറയുന്നുണ്ട്, അവർ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഈശോ കണ്ടത് പിശാച് ഇടിമിന്നൽ പോലെ ആകാശത്ത് നിന്ന് നിപതിക്കുന്നതാണെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ അധികാരത്തിൽ ശിഷ്യന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റി. തിരിച്ചു വന്ന് വലിയ വായിൽ അവരതൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും യേശു ഒരു ഊമനായിട്ടുള്ള പിശാച് ബാധിതനെ സുഖപ്പെടുത്തി, സംസാരിക്കില്ലാത്തവൻ. അത് കണ്ടപ്പോൾ 2 അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായി. ഒരഭിപ്രായം, അവർ സാധാരണ മനുഷ്യർ യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു. 2ാമത്തെ കൂട്ടരാവട്ടെ ഫരിസേയർ പറയും, നീ പിശാചുകളെ പുറത്താക്കുന്നത് പിശാചിൻ്റെ തന്നെ നാഥനായിട്ടുള്ള നേതാവായ ബെൽസബൂലിനെ കൊണ്ടാണ്. ബെൽസബൂലിനെ കൊണ്ട്, പിശാചുക്കളുടെ നേതാവിനെ കൊണ്ട് ഇങ്ങനെ പിശാചുക്കളെ തന്നെ പുറത്താക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ യേശു അവരോട് പറയുന്ന 2 കാര്യം. ഒന്നാമത്തത്, നിങ്ങളുടെ മക്കൾ അങ്ങനാണെങ്കിൽ പിശാചുക്കളെ പുറത്താക്കുന്നത്. നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത് ശിഷ്യന്മാർ അവരൊരിക്കൽ യേശു പോകാനുള്ള ഗ്രാമാന്തരങ്ങളിലൂടെ പോയി സുവിശേഷം പ്രസംഗിച്ച് പിശാചുക്കളെ പുറത്താക്കിയത്. അങ്ങനാണെങ്കിൽ പിശാചിൻ്റെ ശക്തി കൊണ്ടാണ്. എന്നിട്ട് യേശു ഒരു നിതാന്തമായിട്ടുള്ള ജാഗ്രത ശിഷ്യന്മാരും സഭയും പുലർത്തേണ്ടത് പറയും.
പിശാചുക്കൾ പോലും പൈശാചിക കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ടും നല്ലത് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നല്ലത് കാണുമ്പോഴത് നല്ലതാണ് എന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പിശാചുക്കൾ ദുഷ്ടത നടത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നില്ലേ? ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിൽ ആകാശത്ത് നിന്ന് നിപതിക്കുന്ന ലൂസിഫറിൻ്റെ നേതൃത്വത്തിലുള്ള പിശാചുക്കൾ ഒരുമിച്ച് കൂടിയിട്ട് ആലോചന നടത്തുന്നുണ്ട്. ഇനി നമുക്ക് ദൈവമില്ല, ഇനി നമുക്കൊന്നുമില്ല, നമ്മൾക്കിനി ആശ്രയിക്കാനൊന്നുമില്ല, നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? ലൂസിഫർ പിശാചിൻ്റെ നേതാവ് പറയുന്ന കാര്യം, ബട്ട് വി ഹാവ് ദ അൺകോൺകറബിൾ വിൽ, ആരുടെയും മുന്നിൽ കീഴടങ്ങാത്ത ഇച്ഛാശക്തി നമുക്കുണ്ട് എന്ന് പിശാചിന് തലവൻ പറയുന്നത് ഈ ലോകത്തിലേത് ദുഷ്ടത ചെയ്യാനും പിശാചിന് ഐക്യമുണ്ട് എന്നുള്ളത്. ഇത് തന്നെ മറ്റൊരു വാക്കുകളിൽ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമതികളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഈ ലോകത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ലൗകികതയിൽ ജീവിക്കുന്നവർ, പണമുണ്ടാക്കാനും മാത്രമൊക്കെ ആയിട്ട് ശ്രമിക്കുന്നവർ, അവർ ദൈവിക ചിന്തയില്ലാത്തവരെയാണ് ഈ ലോകത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഭൗതികതയിൽ മാത്രം ആശ്രയിക്കുന്നവർ. അങ്ങനെയുള്ളവർ പണമുണ്ടാക്കുന്നതിന്, അത് അവിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥൻ്റെ ഉപമ പറയുമ്പോഴാണ് യേശു പറയുന്നത്, പണമുണ്ടാക്കുന്നതിന് അവൻ അധ്വാനിക്കുന്നത് കണ്ടോ? അതായത് ഈ ലോകത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തുമാത്രം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. വെളിച്ചത്തിൻ്റെ മക്കൾക്ക് എന്തുകൊണ്ടാണ് അത്രയൊരു കാര്യക്ഷമതയില്ലാതെ പോകുന്നത്? പിശാചുക്കൾ പൈശാചിക രാജ്യം വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ ഇടയിലുള്ള ഐക്യം, എന്നിട്ട് പോലും നല്ലത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഈ ഐക്യം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വലിയ ഒരു വെല്ലുവിളി വെക്കുന്നുണ്ട്. ആ വെല്ലുവിളി അത് വെല്ലുവിളി മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയാണത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോയത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, കുടുംബം നിലനിൽക്കില്ല, സഭയും നിലനിൽക്കില്ല. നമുക്കറിയാം, വെറും 14% മാത്രം ജനസംഖ്യയും 20% മരണസംഖ്യയുമൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിനുള്ളത്. ഒരുമിച്ച് എന്നിട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എത്ര ന്യൂനപക്ഷമായിട്ട് മാറി നമ്മൾ. എന്നിട്ടും കുറച്ച് പേരെ ഉള്ളുവെങ്കിലും ആ കുറച്ച് പേര്, 100 പേരുള്ളവർ 1000 അഭിപ്രായങ്ങളിലാണ് ഇന്ന് ജീവിക്കുന്നത്. സഭയുടെ ഭൗതിക കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലും അത് തന്നെയാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകണം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരഭിപ്രായം പറയുന്നവനെ അടിച്ചൊതുക്കിയാൽ ഒരിക്കലും ഐക്യം നിലനിൽക്കില്ല. പിന്നെയോ അഭിപ്രായം മാനിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും വിലമതിക്കപ്പെട്ടവരായിട്ട് തോന്നും. അങ്ങനെ വിലമതിക്കപ്പെടുന്നിടത്താണ് ഐക്യം ഉണ്ടാകുന്നത്. അല്ലാത്തിടത്തൊക്കെ അധികാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നിടത്തൊക്കെയും അന്തഛിദ്രങ്ങളുടെ വിത്ത് പാവുകയാണ് ചെയ്യുന്നത്. യേശു നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള പാദങ്ങൾ കഴുകലുമാണ് സഭയെ, കുടുംബത്തെയൊക്കെ ഐക്യത്തിലേക്ക് നയിക്കേണ്ടത്. നമുക്ക് ആലോചിക്കാം, വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെയാണോ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്? ഭജിക്കപ്പെട്ട ഹൃദയം എന്ന് പറയുന്നത് ചില സമയത്ത് നല്ലത് ചിന്തിക്കുകയും ചില സമയത്ത് മോശമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന വിഭജിക്കപ്പെട്ട ഹൃദയം. വിഭജിക്കപ്പെട്ടതായിട്ടുള്ള കുടുംബത്തിലാണോ ഞാൻ? പലതായിട്ട് പിരിയുന്ന കുടുംബം. പിശാചിൻ്റെ ഏറ്റവും നല്ല ആയുധം പലതാക്കുക എന്നുള്ളതാണല്ലോ. ഒരു പിശാചിൻ്റെ പേര് തന്നെ ലെഗിയോൺ. അയാൾ പറയും, ഞങ്ങൾ അനേകരുണ്ട്. ഒരാളായിരിക്കുമ്പം അനേകരായിരിക്കുക. ഒരു കുടുംബമായിരിക്കുമ്പം എല്ലാ ധ്രുവങ്ങളിലേക്കും 4 ധ്രുവങ്ങളിലേക്കും യാത്ര ചെയ്യുക. ഒരു ഇടവക, ഒരു രൂപത, ഒരു സഭയായിരിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാതെ പോവുക. ഇതാണ് യേശു അന്ന് നമ്മളോട് പറഞ്ഞ ആ ദുരന്തം. ഇതാണ് അന്തഛിദ്രമുള്ള കുടുംബം നശിക്കും, അന്തഛിദ്രമുള്ള വ്യക്തി നശിക്കും, അന്തഛിദ്രമുള്ള സഭ നശിക്കും. അതിനാൽ തന്നെ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഈ കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.